വെൽക്കം ടു ദിയാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ മത്തി വറുത്തതാണ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി. ഇനി നമുക്ക് പൊടികളെല്ലാം മത്തിയിൽ ചേർത്ത് പുരട്ടി വയ്ക്കാം. അതിനായിട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മത്തിയിൽ നന്നായി പുരട്ടി യോജിപ്പിച്ചെടുക്കാം. ആവശ്യമാണെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെള്ളം മതിയാവും. ഇത് മത്തിയിലേക്ക് നന്നായി പുരട്ടി ഒരു 15 മിനിറ്റ് വെക്കണം. അതിനുശേഷം വേണം മത്തി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാകാൻ വയ്ക്കാം. ചട്ടി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീനുകൾ ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം വേണം മീനുകൾ ഇടാൻ. പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് മീനുകളുടെ എണ്ണവും കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ചുവട് റൗണ്ട് ഷേപ്പിലുള്ളൊരു പാത്രം. അതിനാൽ ഞാനിതിലേക്ക് 4 മീനുകൾ മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഇതൊരു 6-7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിടാം. ഏഴ് മിനിറ്റ് ടൈം മതിയാവും മീൻ നന്നായി മൂത്ത് കിട്ടാൻ വേണ്ടി. ഒരു സൈഡ് എല്ലാ മീനും മറിച്ച് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഈ സൈഡും മൂത്ത് വരാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ആ എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം നമുക്ക് ഒരു തവണ കൂടി മീൻ മറിച്ചിട്ട് കൊടുക്കാം. അധികം സമയം വെക്കേണ്ടതില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടും. നമുക്കൊന്ന് മറിച്ച് കൊടുക്കാം. രണ്ട് സൈഡ് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മത്തി വറുത്തത് ഇതാ തയ്യാറായി കഴിഞ്ഞു.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണിത്.